ഹലോ നിമിഷ. ഹലോ. നല്ല സ്റ്റൈലിലേക്കാണല്ലോ നിമിഷ. ഓ താങ്ക് യു. നമ്മളെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ മുടി വെട്ടിക്കാൻ പോകാം. മെയിനായിട്ട് ഞാൻ എനിക്ക് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം മുടി വെട്ടിയിട്ടില്ല കേട്ടോ. ജോലിക്കൊക്കെ പോകുന്നോണ്ടേ ഇച്ചിരൂടെയൊക്കെ ഒരു ഗ്രൂംഡ് ആയിട്ടിരിക്കണം എന്നുള്ള എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇച്ചായൻ ഒന്ന് പിന്നെ ഒന്ന് വെട്ടാൻ പോവാന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇച്ചായൻ്റെ ഹെയർ മേക്ക് ഓവർ വീഡിയോ അല്ലേ ചായ? ഹെയർ മേക്ക് ഓവർ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് മുടി വെട്ടിക്കാൻ പോകുന്നു. പിന്നെ നമ്മുടെ മിറക്കൂട്ടനെയും റീവൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം കേട്ടോ. റീവൂട്ടിനെ ഉറക്കത്തിൽ നിന്ന് ജസ്റ്റ് എടുത്തോണ്ട് വന്നേ ഉള്ളൂ. അതെ, നമ്മുടെ മിറക്കൂട്ടൻ അതേസമയം വണ്ടിയിൽ ഏകദേശം സമയം 2 മണിയായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഞാൻ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലായിരുന്നു. ഇന്ന് 2:30 എനിക്ക് ഹെയർ കട്ടിന് അപ്പോയിന്റ്മെന്റ് കിട്ടി. പക്ഷേ ഇനി 5 മിനിറ്റ് കൂടെ ഉള്ള കേട്ടോ, പറന്ന് ചെല്ലണം. തൊട്ടടുത്തല്ലേ, വലിയ സമയം എടുക്കത്തില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിമിഷം. അപ്പൊ അതേ അവസാനമായിട്ട് എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി പോയത്. ഞാൻ ഇവനൊരു ഇതെടുക്കാൻ പോയതാ, ഒരു ബ്ലാങ്കറ്റ് എടുക്കാൻ പോയതാ. റാമിലിടുമ്പോ ടവലിടാൻ പോയതാ. പിള്ളേർക്ക് അതേസമയം ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. കുറഞ്ഞു വരുന്നല്ലേ? കുറഞ്ഞു വരുന്നുണ്ട്, കൂടുതലായിരുന്നു. ഇപ്പൊ എനിക്ക് തുടങ്ങി കേട്ടോ, എനിക്ക് ചെറുതായിട്ട് ജലദോഷം തുടങ്ങി കേട്ടോ. ഈ വിന്റർ ആകുമ്പോൾ ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് പോലെ നമുക്ക് എല്ലാവർക്കും വരും. ഇതില് പോകുന്നൊക്കെ ഉറക്കത്തിൽ നേരിട്ട് വന്നിട്ട് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. മരക്കോട്ടൻ അതേസമയം ബാഗിൽ ഇരിപ്പുണ്ട് കേട്ടോ. അവള് ടാബ്ലറ്റ് നോക്കിയിരിക്കുകയാണ്. കുറച്ച് നേരത്തെ ഞങ്ങൾ കയറ്റി ഇരുത്തി. പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച കാരണം റീവ് ഉറങ്ങുമായിരുന്നേ. നമ്മുടെ വണ്ടിയുടെ കാർ സീറ്റ് രണ്ടും അപ്പുറത്തെ വണ്ടിയിലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾക്ക് അത് മാറ്റി ഈ വണ്ടിയിലേക്ക് വെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പ്രാമും മറ്റേ പഴയ വണ്ടിയിലായിരുന്നു കേട്ടോ. പഴയ വണ്ടിയാണെങ്കിൽ ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ആയി കിടക്കും. ചെറിയൊരു പ്രശ്നം വരെ നമുക്കത് തുറക്കാനും എടുക്കാനും ഒക്കെ ഇച്ചിരി പാടായിരുന്നു. പറ്റത്തില്ല. ബാറ്ററി പോയതാണ് നിമിഷം. അതിന്റെ ബാറ്ററി ഞങ്ങൾ ഒന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ ഗോൾഡൻചണ്ടൊക്കെ വന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പൊ പിന്നെയും എനിക്ക് തന്നെ അത് ഫുള്ളായിട്ട് പോയെന്ന് തോന്നുന്നു. അതെ അതെ, അതിന് ഇച്ചിരി കാരണം നമ്മൾ കുറച്ച് നാൾ ഓടിക്കാതൊക്കെ കുറെ നാൾ ഇരുന്നു, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നെന്ന് തോന്നുന്നു. എനിവേ നമ്മളത് കാണിച്ചിട്ട് ശരിയാക്കണം. എനിക്കതായാലും ഇപ്പോഴത്തേക്ക് പോകണ്ട, പോകാൻ സമയം ആകുമ്പോഴത്തേനും എന്നാലും അത് റെഡിയാക്കി എടുക്കണം. ചേട്ടൻ്റെ ഹെയർ എങ്ങനെ ഉണ്ടേ? വളരെ വളർന്നല്ലേ ഇരിക്കണേ? നന്നായിട്ട് വളർന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ആയിട്ട് അന്ന് ടോണിയൻകാർ പോയി വെട്ടിച്ച കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുവരെ ഹെയർ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈ യൂണിഫോമിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ യൂണിഫോം കോഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പരിധിക്കുള്ള നമുക്ക് നീട്ടാൻ പറ്റത്തില്ല. നീട്ടിയാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഒതുക്കി കെട്ടിയൊക്കെ വെച്ചോണ്ട് പോകണം കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ നടക്കണ്ടേ. ലോങ് ഹെയർ ആയിരുന്നു, എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്കും കട്ട് ചെയ്തതാണ്. എനിക്ക് മുടി വളർത്താൻ പൊതുവെ ഇഷ്ടമാണ് കേട്ടോ. മുടി നീട്ടി വളർത്താനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഇപ്പം നമ്മുടെ ഈ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് മുടി വെട്ടേണ്ടത് കൊണ്ട് വെട്ടുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും നല്ല ഗ്രൂംഡ് ആയിട്ടിരിക്കണം. നല്ല യൂണിഫോം, നല്ല ഹെയർ കട്ട്, താടിയൊക്കെ നമ്മൾ ഇതിന് താഴേക്കൊന്നും വളരാൻ പാടില്ല കേട്ടോ നമ്മൾ വർക്കിന് പോകുമ്പം. അപ്പം അങ്ങനത്തെ കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. ഏതായാലും ഞാനൊന്ന് മുടിയൊക്കെ വെട്ടിയൊന്ന് ഒതുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാവെന്ന് അറിയത്തില്ല കേട്ടോ. ചെറിയൊരു മുടിവെട്ട്. ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതേസമയത്ത് 2:30 കേട്ടോ നമ്മുടെ അപ്പോയിന്റ്മെന്റ്. 2:28, 2 മിനിറ്റ് കൂടെ ഉള്ളു. അവരിനി അവിടെ ചെല്ലും. എത്തിയാട്ടോ, ഞങ്ങൾ അതിന്റെ തൊട്ട് നിമിഷ. ഞാനേ വേഗം പോയി പാർക്ക് ചെയ്തിട്ട് പോയി മുടി കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. നിങ്ങൾ അത്ര നേരം വണ്ടി ഇരിക്കില്ലേ? അതായിരിക്കും നല്ല. ഞങ്ങൾ അകത്തിരിക്കാം. വിളിച്ചാൻ പോയി ആദ്യം മുടിയൊക്കെ വിട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് അകത്ത് കയറാം. പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? ഒന്നാമത് സമയം വൈകിട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇനിയിപ്പം കാണിക്കുന്നില്ല കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഏതായാലും ഒരു നല്ലൊരു സലൂണാണ് കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അയച്ചാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കട്ടോ. ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. റീവു ബൈ. 2 നോക്കുന്നില്ലല്ലോ. 2 എന്നെ കണ്ട് നിൽക്കുകയാണോ? കാരണം എന്താണ്ട് കിട്ടുമെന്ന് വിചാരിച്ച റീവ്. ശരി, ഒന്ന് പോയിട്ടോ. സൂപ്പറായിട്ട് മൊത്തം പോയോടി? ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റൈലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ബാക്കും നല്ല സ്റ്റൈലുണ്ടല്ലോ. ബാക്ക് എന്നാ ചെയ്തേ? ബാക്ക് വെട്ടി ചെറുതായിട്ടൊന്ന് എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, അടിപൊളി. എനിക്കാണെങ്കിൽ മുടി പോയതായിട്ട് പോലും തോന്നുന്നില്ല. അവര് ജസ്റ്റ് 2 മിനിറ്റ് പരിപാടി ട്രിമ്മർ കൊണ്ട് സൈഡ് എന്തൊക്കെ ചെയ്യണുണ്ട്. പിന്നെന്താ പറയാ, ഇവിടെ ജസ്റ്റ് ആയിട്ടൊന്ന് നീളം കുറച്ച് കേട്ടോ. പക്ഷെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. നമുക്കിനി മാളിന്റെ അകത്തേക്ക് പോയാലോ? ഓൾറെഡി ഇറങ്ങാനായിട്ട് കാത്തിരിപ്പുണ്ട്. നല്ല സ്റ്റൈലാണല്ലോ മേൽക്കൂട്ട. ഹായ്, സൂപ്പർ ഡ്രസ്സാണല്ലോടാ. നിമിഷ എന്ന് പറഞ്ഞേ. നിമിഷ. നിമിഷ അവിടെ കൊച്ചിനെ പ്രാമിനെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ.
ദീപിനെ പുറത്തൊക്കെ പോപ്പിച്ച് തണുപ്പല്ലേ ഭയങ്കര തണുപ്പല്ലേ അകത്ത് അത്ര തണുപ്പ് കാണത്തില്ല നിമിഷ. എന്നാലും നമുക്ക് പതുക്കെ പോകാം. ഞാൻ അവനെ ഇത് എടുത്തോണ്ട് വന്നത് തന്നെ. അതല്ലേ അവിടെ ചേച്ചാ നമുക്ക് ആദ്യം പോണ്ടേ? അറിയില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ നോക്കി. ഓക്കെ ചേച്ചാ, നമുക്ക് പിന്നെ ചൈനീസ് ഇതിൽ പോയാലോ? ചായ ഇവിടെ ഒരു ചൈനീസ് കഫേ ഉണ്ട് കേട്ടോ. ആ കഫേയില് നമുക്ക് $12-13 കണ്ടാണ് ഒരു പ്ലേറ്റ് അവർ തരും. ആ പ്ലേറ്റിനകത്ത് നിങ്ങൾക്ക് ദൂരം വേണം, അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം. ദേശിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. എനിക്ക് അവിടുത്തെ ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതെയോ? ചിക്കൻ ഓംലെറ്റും വെജിറ്റബിൾ ചിക്കൻ ഓംലെറ്റ് ആദ്യം അവിടുത്തെ ഓംലെറ്റ് ഉണ്ടോ നോക്കാം. നോക്കാം, പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അവിടെ കഴിക്കണം. നോക്കാം. ജാക്കറ്റ് ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മേടിക്കണോ? വേണ്ട, എല്ലാത്തിനും ഭയങ്കര വിലക്കുറവാട്ടോ അവിടെ. നിമിഷം നീ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ ചോദിക്കും. നോക്കാം, ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് അവിടെ. എന്നെ മോനെ അവർക്ക് മറ്റേ വണ്ടി കയറാനാണ്. ബസ് കയറണോ? ബാ, ഇവർക്കൂടെ ഇത് ട്രെയിനായത്, ബസ്സല്ല ട്രെയിനായത്. അവരിപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഓ സൂപ്പറേ സൂപ്പറേ. എന്തായി? ചുമ്മാ ഞാൻ നോക്കുന്നെ, എല്ലാം വലിയ സൈസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് എടുത്തല്ലോ, അപ്പം ഇപ്പോഴും ഇടാം. പിന്നെയാണെങ്കിൽ നല്ലതല്ലേ? ആ, നല്ല എടുക്കാലോ. കുറെ കളറുണ്ട് ഇതിന്റെ. പിങ്ക് നല്ലല്ലേ? നമുക്ക് എടുത്താലോ? എടുക്കട്ടെ? ഇട്ടുള്ളാവോ? കുഴപ്പമില്ലല്ലോ, നല്ല അല്ലേ? എന്നാട്ടോ സൈസ്? ഇവിടെ ചെറുതെടുക്കണോ? നല്ലതാണോ? ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. നോക്കിച്ചേ, നല്ലല്ലേ? ഇല്ല, 2-3 എടുക്കുന്നത് ഒന്ന് കൊള്ളാല്ലേ? നല്ല കളർ. ശരിക്കും MRP $60-70. ഓക്കെ, ഇത് സൂപ്പറാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാക്കറ്റ് നീ എടുക്കുന്നുണ്ടോ? ആ, ജാക്കറ്റ് എടുക്കണോ? നമ്മളൊരു മുട്ട വരിച്ച് കഴിക്കാൻ വേണ്ടി പോയതാണ്. പോണ വഴി കയറി. ഏതാ വേണ്ടേ? അമ്മേനെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോട്ടോ. കുറച്ചേ മേടിച്ചുള്ളൂ കേട്ടോ. കുറച്ചേ വാങ്ങിച്ചുള്ളൂ. ഈ കാലത്ത് ബാഗ് നിറച്ചും ഡ്രസ്സ് വാങ്ങണം. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ ഷോപ്പ് ക്ലോസ് ചെയ്ത് നല്ലൊരു ഷോപ്പായിരുന്നു. അതെ അതെ അതെ. മമ്മിക്ക് വരുവാണെങ്കിൽ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. മമ്മിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കട. ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഞങ്ങൾ പറഞ്ഞ ഓംലെറ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഹണി ചിക്കൻ, ഇത് ഹണി ചിക്കൻ ആണ് കേട്ടോ. അത് ക്രിസ്പി ചിക്കൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവര് വൈകുന്നേരം അടയ്ക്കാനായതുകൊണ്ട് പകുതി പൈസ $7 ഉള്ളു കേട്ടോ. അതിപ്പോ കാണുന്ന ഒരു ബോക്സ് നിറച്ച് $7 ഉള്ളു കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഓംലെറ്റ് ആണ്. ശരിക്കും $12 ആണല്ലേ? $12 സംതിങ് ആണ്. 12 അല്ല, 14.90. അതെ, ഇപ്പൊ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. അവരത് $7. സന്തോഷമല്ലേ? എനിക്ക് ഓംലെറ്റ് കിട്ടില്ല. സന്തോഷം. ട്രെയിനിലൊന്നും കയറ്റിയതേ ഉള്ളൂ. അതെ അതെ, ഇപ്പൊ ഓൾറെഡി ഭയങ്കര കാറോടിപ്പാ. കാർ ഓടിക്കണോ നീറക്കൂട്ടാ? അവർക്ക് ഭയങ്കര ഇഷ്ടമാണോ കാർ ഓടിക്കാൻ? കാരണം നമ്മൾ ഈ കാണുന്ന വീഡിയോസിലെല്ലാം ഇങ്ങനെ പിള്ളേരൊക്കെ കാർ ഓടിക്കുമല്ലോ, അത് കാണുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചാലോ? ഓണടിച്ചു മിടുക്കി, ഗുഡ് ഗേൾ. ഇതുണ്ടോ? പിന്നെ എന്റെ വേറൊരു ഫേവറേറ്റ് സാധനം കേട്ടോ, ക്രിസ്പി ചിക്കൻ. ഇതിനുള്ള ഈ ഒരു ടേസ്റ്റ് വേറെ. നമ്മുടെ KFC അങ്ങനത്തെ അതൊക്കെ വേറെ ടേസ്റ്റ്. ഇത് വേറെ. അതെ അതെ, കൊറിയൻ ഫ്രൈസ് നല്ല ടേസ്റ്റ് ആണോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതൊന്ന്. പിന്നെ ഇത് ഓംലെറ്റ് ഉണ്ടോ? ഞാൻ അവര് ഇഷ്ടം പോലെ തിക്കി തിരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവര് നല്ലതായിട്ട് വെക്കും കേട്ടോ. നല്ല. പിന്നെ അകത്ത് ചിക്കൻ ഉണ്ട്. അതായത് ചിക്കന്റെ കുഞ്ഞു പീസസ്, വെജിറ്റബിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവർ ഈ ചിക്കൻ ഇങ്ങനെ ഓംലെറ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഇവരിന്നത്തെ എന്ത് ചേർക്കണം അറിയത്തില്ല. ഭയങ്കര ടേസ്റ്റ് ആണോ? ഭയങ്കര ടേസ്റ്റ് ആണ്, സൂപ്പറാണ്. കുറെ വെജിറ്റബിൾസും എനിക്ക് ചിക്കനും ഉണ്ട് തോന്നുന്നു. ചിക്കൻ ഉണ്ട്, ചിക്കനും വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെയാ. പറഞ്ഞ ഇവിടെ കുഞ്ഞു കുട്ടി ചിക്കൻ
ഇത്രേ ഉള്ളൂ എപ്പോഴും ഈ ഒരു സംഭവമാണ് എപ്പോഴും ഈ ഒരു സൈസ് ഈ ഒരു കുഞ്ഞു കാല എനിക്ക് ഇവർക്ക് ഇത്രയും കുഞ്ഞുകാലം എവിടുന്ന് കിട്ടുന്ന അറിയത്തില്ല അവിടെ കുഞ്ഞിക്കോഴി ഇത് രണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിമിഷാലെ പിടിക്കാൻ പറ്റുന്നതാണ്. വേറെ ഒരു സാധനം നോക്കിയിട്ട് വേണ്ട. ഈ ഒരു ഓംലെറ്റും പിന്നെ ഈ ചിക്കനും അല്ലേ നല്ല ടേസ്റ്റ് ആണോ ഒന്നും പറയാനില്ല. കുഞ്ഞു കോഴിയാണ് അതുകൊണ്ട് അപ്പം നമുക്ക് ഒരു കടി അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ എല്ല് കാണുന്നത് കുഞ്ഞതാണ് നല്ല ടേസ്റ്റാണ്. മെറുക്കുടനെ നമുക്ക് മക്ഡൊണാൾഡ്സ് കൊണ്ടുപോകാം ഒരു നിമിഷം. മെറുക്കുടനെ നമുക്ക് മക്ഡൊണാൾഡ്സ് കൊണ്ടുപോകാം. അവിടെ ഇന്നലെ കളിക്കാനും കുറെ സ്ഥലമുണ്ടല്ലോ, അവിടെ കൊണ്ട് ഇവിടെ കളിപ്പിക്കാം അല്ലേ. ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റിയിടാം. ഞങ്ങളൊരു സുഷി സ്റ്റോർ സുഷി ഉണ്ടാവും. ഇതുപോലെ ട്രെയിൻ പോലെ സുഷി പോകണ്ട. സുഷി ട്രെയിൻ എന്നാണ് ഇത് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സുഷി എടുത്ത് കഴിക്കാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ കളർ അനുസരിച്ചാണ് കേട്ടോ. പ്ലേറ്റിൻ്റെ കളർ അനുസരിച്ചാണ്. മഞ്ഞ പ്ലേറ്റിന് $5.5, ഏറ്റവും കൂടിയിരിക്കുന്ന കറുത്ത പ്ലേറ്റാണ് $10 കേട്ടോ. ഇഷ്ടമുള്ളടുത്ത് കഴിക്കാം. ലാസ്റ്റ് ഒരു പ്ലേറ്റ് ഉണ്ട് നോക്കിയിട്ട് പൈസ കൊടുക്കാം. ഞാൻ സുഷി പ്രാന്തനാണ് കേട്ടോ. ഇത് കഴിക്കണോ കാർഡ്സ് കഴിക്കട്ടെ. മൊത്തം കഴിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. എന്നാ പറയാ എന്നത് ബണ്ണിയാണ് മേൽക്കോട്ടാ. അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അത് കടയിൽ വെച്ചേക്കുന്നത്. അത് തിരിച്ചു വെച്ചാൽ നമുക്ക് പോകാം. ഞങ്ങളങ്ങനെ മെറക്കൂട്ടനൊരു കുഞ്ഞു പാവനെ മേടിച്ചു. അവള് പവനെ കണ്ടപ്പോഴത്തേക്കും മെറക്കൂട്ടൻ അത് എടുത്ത് കൈ പിടിച്ചു. മനസ്സിലായി കൊടുത്തില്ലെങ്കിൽ മിക്കവാറും കരച്ചിലായതുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞു പാവൻ മെറക്കൂട്ട പാവനെ കാണിക്കാൻ. പിന്നെ അവിടെ കുഞ്ഞു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തോ. ഫ്രോഗിന്റെ ഫ്രെഡോ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം, അത് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഏതായാലും മുടിവെട്ട് നടന്നു. മക്ഡൊണാൾഡ്സിലേക്ക് പോകണം. മെറക്കോട്ടനെ ജസ്റ്റ് ഒന്ന് കയറി കളിപ്പിക്കണം. നമ്മൾ ഒത്തിരി നാളെ മെറക്കോട്ടൻ തണുപ്പ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങില്ലാത്തതുകൊണ്ട് വീടിനകത്ത് തന്നെയാണ് പരിപാടി. അപ്പം പിള്ളേർക്കൊക്കെ മടുത്ത് കാണും. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങാന്ന് വിചാരിച്ചല്ലോ. ഏതായാലും അങ്ങോട്ട് നേരെ പോവാല്ലേ. അങ്ങോട്ട് പോവാ. ഞങ്ങളങ്ങനെ മക്ഡൊണാൾഡ്സ് എത്തി കേട്ടോ. നമ്മുടെ വീണ്ടും തൊട്ടടുത്തുള്ള മക്ഡൊണാൾഡ്സ്. ഇവിടുന്ന് 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. അതായത് ഇവിടെ കൂടെ കയറ്റി പിള്ളേരെയൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് നമുക്ക് പയ്യെ പോവാം. എവിടെ ഇത് അതിനകത്തോട്ട് കയറി കളിക്കുന്നില്ലേ? എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. മെറുക്കൂട്ടർ പകച്ചു നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടുള്ളത്. ബാ കളിപ്പിക്കാം, കളിപ്പിക്കാം. ബാ. Yellow, red, abacus. Le mira. Nindi. Peekaboo. Nah, mina chips. തരാം ഇച്ചിരി. നിമിഷം ഒരാളവിടെ ഭയങ്കര കളിയാണല്ലോ. അതെ 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 അതെ. അവളവിടെ മുത്തൊക്കെ എണ്ണിക്കൊണ്ടിരിക്കട്ടോ. അതിന്റെ മണ്ടേ മാത്രം ഭാഗത്തിൽ കയറാൻ പറ്റുന്നില്ല കേട്ടോ. അത് കുറച്ചും കൂടെ വലുതാവണം. ഒരു 3 വയസ്സെങ്കിലും ആവണം. അവരതനുസരിച്ച് ഹൈറ്റ് ഒക്കെ ചെയ്തേക്കണം. കാരണം അവർക്ക് അതിന്റെ മണ്ടേ ക്ലൈം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേണ്ടി ഇങ്ങനെ ഷൂന്ന് ഇറങ്ങി വരാം കേട്ടോ. ഒരു എന്താ പറയാ സ്ലൈഡ് പോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഏതായാലും പിള്ളേരുടെ വയറിറങ്ങാം. നമുക്ക് സന്തോഷമായല്ലേ. നിമിഷം പാലൊക്കെ കൊടുത്തോട്ടെ. റീവിനും പാലും കൊടുത്തു, മരക്കൂട്ടനും പാലും, പിന്നെ നമ്മൾ കുറച്ച് നഗറ്റ്സ് ഒക്കെ കൊടുത്തു അല്ലേ. ചിപ്സ് നഗറ്റ്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ പിള്ളേരുടെ വയറ് അറിഞ്ഞു കേട്ടോ. അങ്ങനെ ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ അല്ലേ നിമിഷം. ഇഷ്ടപ്പെട്ടു നിനക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഫേവറേറ്റ് സാധനം എനിക്ക് കിട്ടില്ല. അതാണ് എന്റെ ഫേവറേറ്റ് സാധനം. അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്റെ ഓംലെറ്റ്, ചിക്കൻ ഓംലെറ്റ്. ഞങ്ങളത് ഡ്രസ്സ് മേടിച്ചാൽ സന്തോഷമായിരിക്കും. ഡ്രസ്സ് അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു തരുന്നതാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായി മേടിച്ചു തന്നിട്ട്. അതുപോലെ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് വിന്ററിനായിട്ടുള്ള വിന്റർ ഷോപ്പിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ വിന്റർ ക്ലോത്ത്സ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, നമുക്ക് വേറെ മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ നല്ല ഓഫറിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചാണ് കേട്ടോ. ഏതാണെങ്കിലും ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു പാട്ടും കൂടെ പാടി വൈൻഡ് ചക്കരക്കിളി ചക്കിയമ്പിളി നിന്റെ പാട്ടിലോ താമരച്ചേല് മുത്തുമുന്തിരി
കൊച്ചു സുന്ദരി നിന്റെ കണ്ണിലോ പുഞ്ചിരി പാല് മുല്ലവള്ളിയിലാടി കുഞ്ഞു കാറ്റിലെ മടിയിൽ വെച്ചിടാം വാനവും ഭൂമിയും തൊട്ട് തൊട്ട് മുത്തമിട്ടിടാം ചക്കരക്കിളി ചക്കിയമ്പിളി നിന്റെ കണ്ണിലോ താമരച്ചേല്. താങ്ക് യു ഉഷ. ഒരാളവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇഷ്ടമുള്ള പാട്ടാട്ടോ. ഏതായാലും ഇത് ഞങ്ങൾ കുഞ്ഞു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ നിമിഷ എല്ലാവർക്കും ബൈ.